ഹായ് ഫ്രണ്ട്സ്, ഡിറ്റോ ആണ് കേട്ടോ. 2025 ഡിസംബർ മാസം. ഈ ഒരു വർഷം പോയത് വളരെ പെട്ടെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൂക്കാച്ചൻ ഉണ്ടായിട്ട് ഒരു വർഷവും 3 മാസമായി. അവനിപ്പം വീട്ടിൽ അടങ്ങിയിരിക്കാൻ ഒരു താല്പര്യമില്ല. വാവയും ലൂക്കാച്ചനും രാവിലെ തന്നെ അപ്പാർട്ട്മെന്റിന്റെ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ്. കാനഡയിലെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ രണ്ടുപേരും ജോലിക്കും പോയി ലൂക്കാച്ചനെ നോക്കിക്കൊണ്ടുള്ള ഒരു ലൈഫ് കുറച്ച് ടാസ്ക് പിടിച്ചാണ് കേട്ടോ. പക്ഷേ ഞങ്ങളതൊക്കെ എൻജോയ് ചെയ്യുന്നു. രണ്ടാൾക്കും ഓഫൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്താലോ എന്നാണ്. ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് ശേഷം ഞങ്ങൾ സ്റ്റോറേജിൽ പോയിട്ട് നമ്മുടെ ലാസ്റ്റ് ഇയർ വാങ്ങിയ ക്രിസ്മസ് ട്രീ എടുത്തുകൊണ്ട് നേരെ പോയത് നമ്മുടെ ലിവിംഗ് റൂമിൽ കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ലൂക്കാച്ചന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രത്തോളം കാലം ആ ഒരു ക്രിസ്മസ് ട്രീ അവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ലൂക്കാച്ചനാണെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ആ ബോക്സിലേക്കാണ് അവന്റെ നോട്ടം. എത്രയും പെട്ടെന്ന് അതൊന്ന് പൊട്ടിച്ച് അതിന്റെ അകത്ത് എന്നാന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നാണ് അവന്റെ ആഗ്രഹം. ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പരിപാടി തുടങ്ങിയില്ലെങ്കിൽ ആകെ സീനാവും കേട്ടോ. ലൂക്കാച്ചനാണെങ്കിൽ സ്ക്രാമ്പിൾഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവന് വേണ്ടി സ്ക്രാമ്പിൾഡ് ഒക്കും സൈഡായിട്ട് കുറച്ച് റൈസും കോവയ്ക്കത്തോരനും കുറച്ച് മാങ്ങാപ്പഴം കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനുള്ള പണിപ്പുരയിലേക്ക് കടന്നിരിക്കുകയാണ്. ലൂക്കാച്ചനാണെങ്കിൽ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് തൊട്ടും തലോടിയൊക്കെ നോക്കി നടക്കണം. അതുകൊണ്ട് കാൽ കീഴിന്ന് മാറാണ്ട് കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്തവണ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നത് ലൂക്കാച്ചന്റെ പ്ലേ പെന്നിന്റെ അകത്താണ് കേട്ടോ. കാരണം എന്നാണെന്ന് ഞാൻ വഴിയെ പറയാം. നമ്മുടെ ക്രിസ്മസ് ട്രീ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. 4 പാർട്സ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം അതിലെ ലൈറ്റ്സും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളി തന്നെയാണ് കേട്ടോ. ലൂക്കാച്ചനാണെങ്കിൽ വാവയുടെ കൂടി എന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ലൂക്കാച്ചൻ പൊടി കുഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൻ ഈ വർഷം ഇതെല്ലാം കണ്ട് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടിയുള്ള അവസരം കൂടിയാണ്. കൈ കിട്ടുന്നല്ല വാരി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂക്കാച്ചൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഞങ്ങൾ ക്രിസ്മസ് ട്രീ പ്ലേ പെന്നിന്റെ അകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ വർഷത്തെ പുൽക്കോട് പ്ലേ പെന്നി തന്നെ സെറ്റ് ചെയ്യാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അങ്ങനെ ക്രിസ്മസ് ട്രീയുടെ പണിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വിളിച്ച് അപ്പന്മാരോടും അമ്മമാരോടും വർത്താനമൊക്കെ പറഞ്ഞ് കുറെ നല്ല മെമ്മറീസ് മേക്ക് ചെയ്ത് ഇന്നത്തെ ഓഫ് ഡേ ഞങ്ങൾ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടി. അങ്ങനെ ഒരു നല്ല ക്രിസ്മസ് നാളും ഒരു പുതുവത്സരം കൂടെ അടുത്തെത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാട്ടോ.